എൻ്റെ സർവീസ് കാലയളവിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഏതാണ്ട് ഒരു 20ഓളം കേസുകളെങ്കിലും ഇതുപോലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഏതാണ്ടൊരു 10ൽ പരം കേസുകൾ ഞാൻ CBIക്ക് അന്വേഷിക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അത് CBI അവസാനം അന്വേഷിക്കുന്നുണ്ടാക്കുക അങ്ങനെയുള്ള കേസുകൾ. അത് രാഷ്ട്രീയക്കാർ പ്രതികളായിട്ട് വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരും എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ കേരള സർക്കാർ നിർബന്ധമായിട്ടും അത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ, അവർ അതിനെ അങ്ങ് നഖശിഖാന്തം എതിർക്കും. അന്വേഷണമില്ല, അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഇവിടെ പോയി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രതികളെ എല്ലാം പിടിച്ചു. പ്രതികളൊക്കെ ഡമ്മികളായിരിക്കും പലപ്പോഴും അതിനകത്ത്. വാടകയ്ക്ക് ഇതിന് ആളുകളുണ്ട്. വീടിന് ചിലവും കൊടുത്തിട്ട് ഇവർ പ്രതികളെ ഇവരുടെ കയ്യിലുണ്ട് കൊടുക്കാൻ, സപ്ലൈ ചെയ്യും. അവരെഴുതി കൊടുക്കുന്ന പ്രതികളായിരിക്കും അതിൽ പലപ്പോഴും വരുന്നത്. യഥാർത്ഥ പ്രതികളാവണമെന്നില്ല. അങ്ങനെ ഉള്ള കേസുകൾ, ഒരുപാട് കേസുകൾ അയച്ചിട്ടുണ്ട്. ഒരൊറ്റ കേസിനകത്തും ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ളത് CBIക്ക് വിട്ടോളായി പറഞ്ഞ് ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ടില്ല. CBIക്ക് വിടരുത് എന്ന് പറഞ്ഞങ്ങ് എതിർക്കും. ഈ മരിച്ചുപോയവൻ്റെ, കൊല്ലപ്പെട്ടവൻ്റെ അച്ഛനും അമ്മയും കേട്ടോ, അവൻ്റെ മാതാപിതാക്കളായിരിക്കും പലപ്പോഴും ഈ ആവശ്യക്കാർ ആയിട്ട് വരുന്നത്. അങ്ങനെ വരുന്നതന്നെ നമ്മൾക്ക് നോക്കിയിട്ട് ആ അന്വേഷണത്തിനകത്ത് പിഴവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഞാൻ ഒരുപാട് എണ്ണം വിട്ടിട്ടുണ്ട്. CBIക്ക് അന്വേഷണം കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ആവശ്യം. അതിന് CBIക്ക് കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് എതിർക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. കേരള ഗവൺമെൻറ് എതിർത്താലും എതിർത്തില്ലേലും ശരി, CBIക്ക് കൊടുക്കാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ കോടതി ഓർഡർ ചെയ്താൽ CBI എടുത്തേ വെക്കുള്ളൂ. അങ്ങനെ CBIക്ക് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് പറയാം. ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്, ഞങ്ങൾ നോക്കി, ഇതിനകത്ത് ഈ ഫയൽ നോക്കിയിട്ട് ഒന്നും ഇതിനകത്ത് ഇല്ല. അങ്ങനെ ചിലത് വന്നിട്ടുണ്ട്. അങ്ങനെ വിടാതിരുന്നിട്ടുണ്ട് ഞാൻ. കാരണം ഇത് ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പുതിയതായിട്ടൊന്നും ഇനി എടുക്കാനില്ല. ഇത്രയും വർഷം കഴിഞ്ഞ് ഇനി ഇത് അന്വേഷിക്കാനൊന്നും വെച്ചാലൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് CBI. ചിലത് പറയുമ്പോൾ അതിൻ്റെ വാസ്തവം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ CBIക്ക് കൊടുക്കത്തില്ല. CBIക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ നിർബന്ധമായിട്ട് CBI അന്വേഷിച്ചേ പറ്റുള്ളൂ. പിന്നെ CBIക്ക് ഒന്നും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കോടതിയുടെ തീരുമാനം അനുസരിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ പുറയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കേരള ഹൈക്കോടതി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സുപ്രീം കോടതിയിലേക്ക് ഇവർ ഈ നിലയ്ക്ക് പോവും. കാരണം ഇവർക്കിത് മറക്കേണ്ടത് അത്യാവശ്യം ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര വാശി എന്താണ്, ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞങ്ങ് എഴുതി കൊടുത്ത് ഇതിനെ ഇവിടെ അങ്ങ് അടയ്ക്കാനുള്ള വാശി, വ്യഗ്രത എന്താണ്? അപ്പം ഇവർക്ക് എന്താ നഷ്ടം വരുന്നത്? ഇപ്പോൾ CBI അന്വേഷിക്കുകയാണെങ്കിൽ കേരള ഗവൺമെൻറ് എന്തെങ്കിലും നഷ്ടമുണ്ടോ? CBIയുടെ ശമ്പളം കൊടുക്കുന്നതും ഉദ്യോഗസ്ഥരെ നോക്കുന്നതും ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ്, അല്ലാതെ ഇവരല്ല. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന CBI അവർ ശമ്പളം കൊടുക്കുന്നത്, അല്ലാതെ ഇവരല്ല. ഇവർക്ക് എന്ത് നഷ്ടം ഇത് അന്വേഷിക്കുന്നതിന്? ഇവർക്ക് അത്രയും ജോലി കുറഞ്ഞെന്ന് വിചാരിച്ചാൽ പോരെ? ഇതൊന്നുമില്ലെങ്കിൽ ഈ കേരള പോലീസിൻ്റെ മുകളിലുള്ള ആക്ഷേപം ഉണ്ടല്ലോ, അതൊന്നും മാറിക്കിട്ടും ഇതൊന്ന് കൊടുത്താൽ. അതുപോലെ ഈ മടി കനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പരിശോധന തന്നെ അറിയാം. അതാണ് പ്രശ്നം. ഇതിപ്പോൾ കേരള ഹൈക്കോടതി ഇത് അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും നവീൻ ബാബുവിൻ്റെ കുടുംബം അവർ സുപ്രീം കോടതി പോകണം. അത് പോകേണ്ടതാണ്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണിത്. ഇത് ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. അത് എണ്ണ റിപ്പീറ്റേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എണ്ണി പറഞ്ഞിട്ടുണ്ട്. അല്ല മുഴുവൻ എന്തൊക്കെയാണ് അതിലെ വരുന്ന ദുരൂഹതകളെന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് വെളിയിൽ വരണമല്ലോ. വെളിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് തന്നെ ഒന്ന് മനസ്സിലാകണം ഇതെന്താണ്, ഇതിൻ്റെ കാരണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. അത് ജനങ്ങൾക്കാനുള്ള അവകാശമുണ്ട്. അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് വെളിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ കണ്ണു അടച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടോണ്ടാൽ മതി, ഇത് ഇങ്ങനെയാണ്, ആത്മഹത്യയാണ്, തീർന്നു. ഇവർക്ക് എളുപ്പമാണല്ലോ പറയാൻ. ആത്മഹത്യയാണെന്ന് ഇവർക്ക് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം അതിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, അതിനെ കഴിഞ്ഞ് അത് തുടർന്നുള്ള ഒരു സംശയാസ്പദമായ രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം, ഈ രീതിയിലൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പറയാം. കാരണം എന്താ, കാരണം ഇപ്പോൾ ഇനി കോർപ്പസ് ഡെലിറ്റി ഇല്ല, അതുകൊണ്ട് അത് ഒരു പോസ്റ്റ്മോർട്ടത്തിനുള്ള സ്കോപ്പില്ല. പറയാം ഇത് ആത്മഹത്യയാണ് എന്ന് പറയുക. ധൃതി പിടിച്ച് നടത്തിയ ഇൻക്വസ്റ്റ്, ആ ഇൻക്വസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഫോറൻസിക് എവിഡൻസ് ഒന്നും കളക്ട് ചെയ്യാതെ ചെയ്തേക്കുന്ന ഇൻക്വസ്റ്റ്, അത് സെല്ലോഫാൻ ടേപ്പൊക്കെ ഉപയോഗിച്ച് ഈ പാമ്പിൻ്റെ അതിൽ നിന്ന് ഫൈബേഴ്സ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതാണ്, കഴുത്തിലെ ഫൈബേഴ്സ് കളക്ട് ചെയ്യേണ്ടതാണ്, ഇതെല്ലാം ചെയ്യണം. അതൊന്നും ഇത് ചെയ്ത് കാണത്തില്ല
ബാക്കി എനിക്കറിയില്ല, ഞാൻ റെക്കോർഡ് കണ്ടിട്ടില്ല, പക്ഷെ ചെയ്ത് കാണാൻ സാധ്യതയില്ല. ഇതങ്ങ് റെഡിയാക്കി ആദ്യം തന്നെ ഇവരങ്ങ് തീരുമാനമെടുത്തു ഇത് ആത്മഹത്യയാണെന്ന്. അതാണ് ഈ പോലീസിന് ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള വ്യഗ്രത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ കാരണം ഈ കഴുത്തിലെ ഇത് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പറഞ്ഞതായിരിക്കും അതിന്റെ കാരണം. സൂയിസൈഡൽ ഹാങ്ങിങ്, ഡെത്ത് ഡ്യൂ ടു സൂയിസൈഡൽ ഹാങ്ങിങ്, ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്ന് എഴുതും. ഈ ഹാങ്ങിങ് തന്നെ രണ്ടു വിധത്തിലാവാം. അത് സൂയിസൈഡൽ ഹാങ്ങിങ് ആവാം, ഹോമിസൈഡൽ ഹാങ്ങിങ് ആവാം. അശക്തനായ വെറും 55 കിലോ തൂക്കം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്, നവീൻ ബാബുവിന് ഉണ്ടായിരുന്നുള്ളൂ. 55 കിലോ തൂക്കമുള്ള ഒരാൾ, അയാൾക്ക് എന്തുമാത്രം ശക്തി ആരോഗ്യം കാണും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ 55 കിലോ തൂക്കം മാത്രമുള്ള ഒരാളെ എടുത്ത് കെട്ടിത്തൂക്കാൻ യാതൊരു ബന്ധപ്പാടുമില്ല 2-3 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ. അത് ഏതെങ്കിലും ഒരു ഇടിയെങ്ങാനും കൊടുത്ത് അതിന് വരുത്തുമില്ല. അതായത് അതൊന്നും ഈ ആന്റിമോർട്ടർ ഇഞ്ചുറി ആയിട്ട് കാണാനും കിട്ടത്തില്ല ഈ പോസ്റ്റ്മോർട്ടത്തിന് ശരിയായിട്ട് നടത്തിയാൽ പോലും. പക്ഷേ ഇവിടെ രക്തബന്ധുക്കൾ ഉണ്ടെങ്കിൽ, അതായത് അവർ തയ്യാറാണെങ്കിൽ, അവരുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിലാണ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം, അവരുടെ മൊഴി രേഖപ്പെടുത്തണം. ഇൻക്വസ്റ്റിന്റെ എനിക്ക് തോന്നുന്ന 9ാം കോളത്തിലാണ് അതെന്നാ എൻ്റെ ഓർമ്മ, പഴയ ഓർമ്മയാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ഈയിടെ കാണാറില്ല. അതില് ഈ രക്തബന്ധുക്കൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ മൊഴി എടുക്കണം, അവർ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. എടുത്തിട്ടില്ല ഇതിനകത്ത്. അതേപോലെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എവിടാന്ന് നമുക്കറിയാമല്ലോ. ദിവ്യയുടെ ഭർത്താവും അതുപോലെ തന്നെ ഈ പ്രശാന്തനും അയാൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ വെച്ചാണ് അത് നടത്തിയേക്കുന്നത്. അതിനെ എതിർത്തപ്പോൾ പോലും, അതിന് സംശയം ദൃഷ്ടിയോടുകൂടി അവർ നോക്കിയപ്പോൾ പോലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കളക്ടറാണ്, ജില്ലാ കളക്ടറാണ് നിർബന്ധമായിട്ട് അത് പറഞ്ഞേക്കുന്നത്. വളരെ നല്ല ശരിയായിട്ട് നേരായിട്ട് ഇത് നടക്കണം എന്ന് പറഞ്ഞു പോയേക്കുന്നത് ജില്ലാ കളക്ടറാണ്. കളക്ടറുടെ റോള് എന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. കാരണം അയാൾ മൊഴി മാറ്റി. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതല്ല അയാൾ പിന്നെ പറയുന്നത്. ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു അഴിമതിക്കാരനുമല്ല, അഴിമതിയുടെ കറപുരളാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കളക്ടർ പോലീസിന് മൊഴി കൊടുത്തപ്പോൾ അതിനകത്ത് പതുക്കെ അങ്ങോട്ട് ഇന്ന്, അതായത് ഈ നവീൻ ബാബു അയാളുടെ ചേംബർ പോയി കണ്ട് കേട്ടോ, എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞെന്ന്, അതായത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന്. അതാണ്. അപ്പോൾ അയാളെ ആർക്ക് കള്ളനാക്കണം, അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കണം എന്ന് നോക്കിയാൽ ഇപ്പം നോക്ക്, ഈ PP ദിവ്യയെ കഴിയും ഒരു പടി മുന്നിലാണ് കളക്ടർ. കാരണം ഇത് കൺഫ്യൂസ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് അയാൾ അങ്ങോട്ട് ഏറ്റു പറഞ്ഞതായിട്ടാണ് ഈ കളക്ടർ പറഞ്ഞേക്കുന്നത്. കള്ളം പറയുകയാണ് അയാൾ. അയാളുടെ റോളിനെ കുറിച്ച് വല്ലതും അന്വേഷിച്ചിട്ടുണ്ടോ? അയാൾക്ക് ഇതിനകത്തുള്ള റോള് എന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇനി ഇത് മാത്രമല്ല, ഈ PP ദിവ്യയെ ആക്ഷേപിച്ചു എന്നുള്ളതിലേക്ക് മാത്രം ഇത് കൊണ്ട് കെട്ടാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരിക്കലും ഈ കൊലപാതകമാണെങ്കിൽ ഇത് പുറത്തു വരരുത്. അതാ കാര്യം. അപ്പൊ ഇതേ സംഭവമുള്ളൂ. അത് പറഞ്ഞാലല്ലേ ആത്മഹത്യയാവുള്ളൂ, അല്ല വേറെ ഒന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. ബാക്കി എന്തൊക്കെ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നുള്ളത് CBI അന്വേഷിച്ചാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നവീൻ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള മറ്റ് ഫയലുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രശ്നമുണ്ട്, വൻ ഭൂമി ഇടപാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം മൂടി വെക്കാനാണ് നിർബന്ധമായിട്ടും, ഇതൊന്നും പുറത്തു വരരുത്. അതാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ആവശ്യം. കണ്ണൂർക്കാരനല്ലേ, അതായിരിക്കാം. ഒരുപാട് നേതാക്കളുമായിട്ട് അടുപ്പം കാണുമല്ലോ, ആരൊക്കെ ഇതിന്റെ പുറകെ കാണുമെന്ന് അറിയാമല്ലോ. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാ പോയി കെട്ടിപ്പിടിച്ചത് ഈ ദിവ്യ ഇറങ്ങിയപ്പോൾ. എന്നിട്ട് അവരുടെ കുടുംബത്തോടൊപ്പം എന്ന് പറയുന്നത് ആരെ കുടുംബത്തോടൊപ്പം ആയിരിക്കും? ദിവ്യയുടെ കുടുംബത്തോടൊപ്പമാണ്, അല്ലാതെ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം അല്ലവര് ആരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയൊക്കെ തെളിവ് നശിപ്പിക്കാമോ അത് മുഴുവൻ നശിപ്പിച്ചു. കൂടെ പോയി അത് കത്തിച്ചിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അടുത്ത വാചകം അത് 2 പക്ഷമുണ്ടെന്ന്, അഴിമതി കാരനാണോ എന്നുള്ളതിനെ കുറിച്ച്. കാരണം ആർക്കാണ് ഈ നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി കാണേണ്ടത്? ദിവ്യക്ക് വേണം, അഴിമതിക്കാരനാക്കണം കേട്ടോ, പ്രശാന്തിന് വേണം, ജില്ലാ കളക്ടർക്ക്, ഇതിലൊക്കെ മേളിൽ ജില്ലാ കളക്ടർക്ക് ആവശ്യമുണ്ട്. ഈ കളക്ടറുടെ ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. കാരണം അയാളാ പറഞ്ഞ ഇതുപോലെ കൺഫ്യൂസ് ചെയ്ത കാര്യം ഇങ്ങനെ പറഞ്ഞെന്ന്, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന്. പിന്നെ നവീൻ ബാബു അയാളടുത്ത് പോയി പറയാൻ പോവാ തെറ്റ് പറ്റിയെന്ന്. എൻ്റെ സ്റ്റേണായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അയാളടുത്ത് പോയി പറയല്ലേ തെറ്റ് പറ്റിയെന്ന്. അയാൾക്ക് തെറ്റ് പറ്റിയാലും അയാൾ പറയത്തില്ലായിരുന്നു. അയാൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല ഇതിനകത്ത്, നേരെ ചൊവ്വേ ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിന് എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞെന്ന്. അതാ ഒരൊറ്റ കാരണം കൊണ്ട് ഇയാളെയും കൂടെ പ്രതി ചേർത്ത് അന്വേഷിക്കേണ്ടതാണ് ഈ കേസ്. അത് CBI അല്ലാതെ ഈ അന്വേഷണം മുമ്പോട്ടൊന്നും പോകത്തില്ല ഒരിക്കലും.